നോക്കുന്നത് ഓറ്റോറിയുടെ പ്രൈസിന് ക്ലീനായിട്ട് റീഡ് ചെയ്യാനും പിന്നെ ട്രേഡ് എടുക്കാനും നമ്മളിവിടെ പറയാണ്. മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ടൈം ഫ്രെയിം എന്ന് വെച്ചാൽ 4 hour, 50 minutes, പിന്നെ 1 minute. നമ്മളിതിൽ 4 hour ലിക്വിഡിറ്റി നോക്കിയിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് 50 minutes വാലിഡേഷൻ കിട്ടിയിട്ട് 1 minute നമ്മൾ എൻട്രി എടുക്കും. അങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യണത്. ഇതുപോലെ തന്നെ അടുത്തത് 1 hour, 5 minutes, 1 minute. ഇതടുത്തത് എക്സാമ്പിളൊക്കെ ഉണ്ട്, എക്സാമ്പിൾ ഞാൻ കാട്ടിത്തരാം. കഴിഞ്ഞ ദിവസം നടന്നതാണ്. ഈ താഴെ ഓൾറെഡി സീപ്പ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ബാക്കി പറയാം. ഇതിലിപ്പോൾ ഇതെന്ന് വെച്ചൊരു റിഡക്ഷൻ ബ്ലോക്കായിട്ട് നമുക്ക് എടുക്കാം. വിക്കിൻ്റെ കോൺസിക്വൻ്റ് വന്നു. വിക്കിൻ്റെ കോൺസിക്വൻ്റ് വന്നിട്ട് പ്രൈസ് ബെയറിഷ് വന്നു. കോൺസിക്വൻ്റ് എടുത്തേക്കണെന്ന് വെച്ചാൽ 1 hour ഉണ്ടാക്കിയേക്കണ വൺ ടൈമിൽ ഉണ്ടാക്കിയ 4 hour ക്യാൻഡിലാണ് ഓപ്പൺ ചെയ്തത്. നമ്മൾ 15 minutes പോകുന്നു. മിനിറ്റ്സിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ലിക്വിഡിറ്റി എടുത്താണത് 15 minutes ഇൻവാലിഡേഷൻ നോക്കി ഇതാണ് ഇട്ടേക്കണത്. ഇത്തിരി ബ്രേക്കർ ഇവിടെയാണ് ഇൻവാലിഡേഷൻ കിട്ടേക്കണത്. ഈ ക്യാൻഡിലാണ് ഈ 2:45 2:45 ക്യാൻഡിലാണ് ഇൻവാലിഡേഷൻ കിട്ടിയേക്കണത്. പിന്നെ ഒരു ഇൻവെർഷനുണ്ട്. പിന്നെ 50 minutes ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ 1 minute പോകും. വേറെ ഒന്നുമില്ല, ലിക്വിഡിറ്റി എടുത്തിട്ട് നമുക്ക് റിട്രേസ്മെൻറ്റ് കിട്ടണം. റിട്രേസ്മെൻറ്റോ ഡീലിംഗ് റേഞ്ചോ ഇൻവാലിഡേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ റിട്രേസ്മെൻറ്റ് നോക്കും, കൺഫർമേഷൻ നോക്കും. പിന്നെ അതിൻ്റെ കൂടെ ടൈം നോക്കണം. ലിക്വിഡിറ്റി എടുത്തിട്ട് നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു LRലാണ്. LRൻ്റെ കൂടെയാണ് LRൻ്റെ റിട്രേസ്മെൻറ്റ് എൻ്റെ. ഇതിലിപ്പോൾ HR റിട്രേസ്മെൻറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും പ്രൈസും കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് വയ്ക്കാം. പിന്നെ നമ്മുടെ ഇതിലാണ് നമ്മുടെ ടൈം ശരിക്കും പറഞ്ഞാൽ ഈ മാക്രോയിലാണ് ടൈം വരുന്നത്. ഈ ടൈമിൽ പിന്നെ ആ ടൈമിലൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ റിട്രേസ്മെൻറ്റ് ഇങ്ങനെ നോക്കും. ഈ ലോ ടു ഹൈ LRL. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പ്രൈസിൻ്റെ. 15 minutes നമുക്കൊരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ 1 minute പ്ലോട്ട് ചെയ്യാൻ നോക്കുക.
നമുക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഇൻവാലിഡേഷൻ ബ്രേക്കർ ഉണ്ട്, കോഡ് എക്സിക്യൂട്ടീവ് എൻ്റർ നോക്ക്. ഇങ്ങനെയാണ് പ്രൈസ് റീഡ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 1 hour നോക്കുകയാണെങ്കിൽ ഇതിൽ ഓർഡർ ബ്ലോക്ക് നമുക്ക് കളയാം. ഒന്നവരിൽ ഇത്തിരി ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഞാൻ എടുക്കും. ഇങ്ങനെ വേണം എടുക്കാം. ഞാൻ ഇങ്ങനെ ഇവിടുന്ന് എടുക്കാം. ഇവിടുന്ന് എടുക്കാൻ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കാറ്. അങ്ങനെ നോക്കാം. ഓൾറെഡി തന്നെ ഞാൻ ഇങ്ങനെ സാധാരണ ഓർഡർ ബ്ലോക്ക് നോക്കാറ്. ടൈമിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. 2 മണിക്ക് ഓർഡർ ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 50 മിനിറ്റ്സിൽ എങ്ങനെ നോക്കാം. 50 മിനിറ്റ്സിലോ 5 മിനിറ്റ്സ് കളയാം. മിനിറ്റ്സിൽ ഇൻവാലിഡേഷൻ കിട്ടിയിട്ടുണ്ട്, അത് വാലിഡേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ സാധാരണ എൻ്റർ എടുക്കാറില്ല. ഇൻവാലിഡേഷൻ ഇൻവേർഷൻ കിട്ടിയിട്ടുണ്ട്. ഇൻവേർഷൻ എടുത്തിട്ടുണ്ട് പ്രൈസ്. വാലിഡേഷൻ ടൈമിൽ സാധാരണ എടുക്കാറില്ല. ഇൻവേർഷൻ ഇത്തിരി സിബി നോക്കാറില്ല ടൈമിൽ. പിന്നെ എല്ലാവരിലും നോക്കാം. എല്ലാവരിലും ഇങ്ങനെ നോക്കാം. ഇങ്ങനെ നോക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയാണ് നോക്കണത്. ഇത്ര എല്ലാവരുടെ അടുത്താണ്, എല്ലാവരിലും അല്ല, HR എന്ന് പറയുന്നത്. ഇവിടെയും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. 4 hour 1 hour നോക്കണം. ഇങ്ങനെ ഏതിലാണ് കറക്റ്റ് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരിലും ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ സെയിം എൻട്രി നോക്കി കിട്ടും. 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത്തിരി വിക്കാണ്. വിക്കിൻ്റെ എടുത്തിട്ടുണ്ട് ഓൾറെഡി പ്രൈസ്. മിറ്റിഗേറ്റഡ് ഹൈ ആയിട്ട് എടുക്കാം. ഈ ഹൈ ഇവിടെ മിറ്റിഗേറ്റഡ് ഹൈ എടുത്തിട്ട് ഇവിടുത്തെ റിയാക്ഷൻ നോക്കാൻ 1 മിനിറ്റ് പോയി നോക്കാം. ഇങ്ങനെയാണ് ശരിക്കും പ്രൈസ് റീഡ് ചെയ്യേണ്ടത്.